ഇവിടെ ആരുമില്ലേ? ആരാ ഇവിടെ? ആരാ പുണ്യാളച്ചനെ ഇങ്ങനെ വിളിക്കണത്? പുറത്താരാണ്? കേറി വാ ഇങ്ങോട്ട്. കണക്കില്ലാണ്ട് കൂട്ടിനുണ്ടല്ലോ സഹോദരി ഈ കരുമാടിക്കുട്ടന്മാര്. എങ്ങനെ ഇല്ലാണ്ടിരിക്കും? കണ്ടില്ലേ? അയ്യയ്യേ, ഇതെന്നതായി കാണിച്ചു വച്ചിരിക്കുന്നേ? തിരുകുടുംബം തലതിരിഞ്ഞു പോയില്ലായോ? ശേഷേ, മോശം മോശം. വിശപ്പ് ക്ഷീണം ഒക്കെ മാറിയതുപോലെ. മോളെ, നിന്റെ മൂത്ത വാട്ടോ ഒഴിഞ്ഞുപോയ മട്ടാണല്ല. നേരെ അമ്മച്ചി, എനിക്കിപ്പോ ഒരു ക്ഷീണവും തോന്നില്ല. ഇത് എന്നെ അത്ഭുതമാണിത്. ഒന്നുമില്ല സഹോദരി, ക്ഷീണം വരുത്തണ കുറെ കറുത്ത കൂട്ടങ്ങള് ഈ വീട് നിറച്ചുമുണ്ടായിരുന്നു. തമ്പുരാന്റെ നാമത്തില് നാം അവറ്റകളെ ഇവിടെ നിന്ന് തുരത്തി. അതിന്റെയാ ഇപ്പൊ തോന്നണ ഈ സുഖം. അച്ചോ, ഈശോ 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 മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ തന്നെ തന്നെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുരിശുവര, പ്രാർത്ഥന, പള്ളിപ്പോക്ക്, ഈ വക ഒന്നുമില്ല അല്ലയോ? അതൊന്നും ശീലമില്ല അച്ചോ. ഇവിടെ മാത്രമല്ല, ഈ തുറയിലും ഒരു കുടിയിലും ഇതൊന്നും പതിവില്ല. അപ്പൊ വെറുതെ അല്ല. ഞങ്ങളെല്ലാരും പള്ളിക്ക് പോവും. പള്ളിക്കിണറ്റിലെ വെള്ളാണല്ല ഞങ്ങൾ കുടിക്കാൻ എടുക്കുന്നത്. അത് ശരി. അപ്പൊ വെള്ളം എടുക്കാൻ മാത്രമാണ് പള്ളി പോക്ക് ഇല്ലയോ? എങ്കി പിന്നെ പള്ളി വരെ സഹോദരി ഒന്ന് പോയേച്ചു വാ. ഏതായാലും കുടിക്കാൻ വെള്ളം ഇരിപ്പില്ലല്ലോ ഇവിടെ. അതെങ്ങനെ അച്ഛൻ അറിഞ്ഞു? എല്ലാം എനിക്കറിയാം. വെള്ളവും എടുത്ത് പോരുന്ന വഴിക്ക് ഉണ്ണി ഈശോയുടെ തിരുനടയില് മുട്ടുകുത്തി മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചേര്. തിരിച്ചു വരുമ്പോ വ്യത്യാസം ഉണ്ടാവും. ചില കാഴ്ചകളും കാണാം. എന്നതാ? അത്ഭുതമാണോ അച്ചോ? വല്ലതും കഴിക്കാൻ കിട്ടുവാ ഞങ്ങൾക്ക്? കിട്ടും. പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേച്ച് വേണം തിരിച്ചു പോരാൻ. ഏറ്റല്ലോ? ഏറ്റച്ചോ. ദേ, ഞാൻ പോയി കഴിഞ്ഞു. വെള്ളം എടുത്ത് പ്രാർത്ഥനയും നടത്തിയേച്ചേ പെണ്ണമ്മേനി തിരിച്ചു വരത്തുള്ളൂ. എങ്കി പിന്നെ സമയം കളയാണ്ട് ചെല്ല്. മറിയ മോളോട് വർത്താനവും പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കാണും. അച്ഛന്റെ പേരെന്നതാന്നാ പറഞ്ഞത്? ആന്റണി. ചിലർ അന്തോണിന്നും വിളിക്കും.